ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ വാർനാട് അമ്പലത്തിൽ പോയ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കർക്കിടകം 1 നമ്മൾ വാർനാട് ദേവീക്ഷേത്രത്തിൽ പോയ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെന്നിറങ്ങിയപ്പോഴേ തത്തമ്മക്ക് ദാഹം, പിന്നെ അടുത്തുള്ള കടയിൽ നിന്ന് നമ്മൾ സർവത്തൊക്കെ മേടിച്ച് കുടിച്ചതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറിയതും. കർക്കിടകം 1 വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ ഓർത്ത് അകത്ത് കയറി തൊഴാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് ഞാൻ അമ്പലത്തിനകത്ത് കയറിയെങ്കിലും, പക്ഷേ അകത്ത് കയറി നല്ല രീതിക്ക് ദേവിയെ കണ്ട് തൊഴാനൊക്കെ സാധിച്ചു. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇപ്പോൾ അമ്പലത്തിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോയി വഴിപാട് എഴുതിക്കാൻ ക്യൂ നിന്നു. ക്യൂവിലും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിനകത്ത് കയറി തൊഴുതൊക്കെ ഇറങ്ങി. പിന്നെ നമ്മൾ വെളിയിലുള്ള ദൈവങ്ങളെയൊക്കെ തൊഴുത് നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ നക്ഷത്രക്കാവിലോട്ടാണ് കേട്ടോ. അപ്പം തത്തമ്മക്ക് എപ്പോൾ ചെന്നാലും അവിടെ ഇങ്ങനെ എല്ലാ നക്ഷത്രങ്ങളുടെയും പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ സമാധാനമല്ല കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് മിക്കവരും അങ്ങനെയാണല്ലോ. നമ്മുടെ നാളിൽ വൃക്ഷത്തിനും മൃഗത്തിനും ഒക്കെ അല്ലേ വെള്ളം ഒഴിക്കുന്നത്. അപ്പം തത്തമ്മ ഓടി നടന്ന് എല്ലാവർക്കും ഒഴിക്കും. അപ്പോൾ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ നാളിൻ്റെയും മൃഗം ഏതാണ്, പക്ഷി ഏതാണ്, വൃക്ഷം ഏതാണെന്നൊക്കെ. അങ്ങനെ നമ്മൾ അകത്ത് കയറി ചെന്നപ്പോഴേ നമുക്ക് വെള്ളം ഒഴിക്കാനുള്ള കപ്പ് കിട്ടിയില്ല. അപ്പോൾ തത്തമ്മോൾ ഇങ്ങനെ ഓടി നടക്കുവാണെങ്കിൽ എവിടുന്ന് കിട്ടും കപ്പെന്ന് പറഞ്ഞ്. അപ്പോൾ കപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വെള്ളം എടുത്തു കൊടുത്തു. നേരെ തത്തമ്മോൾ ചെന്ന് ഒഴിച്ചു. വൃക്ഷത്തിനൊഴിക്കാൻ പറഞ്ഞപ്പോൾ തത്തക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഈ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കുളിപ്പിക്കാനാണ് തത്തക്ക് താല്പര്യം. പിന്നെ അച്ഛൻ മേടിച്ച് വൃക്ഷത്തിനൊക്കെ ഒഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ഒഴിക്കാനായിട്ട് മേടിച്ചപ്പോഴത്തേക്കും സമ്മതിച്ചില്ല, അവൾക്ക് ഒഴിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള നക്ഷത്രത്തിനുമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ടേൺ എത്തി. ഞാനും അപ്പോൾ എൻ്റെ നക്ഷത്രത്തിൽ വൃക്ഷത്തിനും മൃഗത്തിനും പക്ഷിക്കൊക്കെ വെള്ളം ഒഴിച്ചു. തത്തമ്മോളാണ് ഓടി നടന്ന് എല്ലാവർക്കും ഒഴിക്കുകയല്ല, ഇങ്ങനെ തേച്ചൊരച്ച് കുളിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ വെള്ളം ഒഴിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾറെഡി നമ്മൾ വന്ന സമയം തൊട്ട് ഭക്ഷണം കഴിക്കാൻ ക്യൂ ഉണ്ടായിരുന്നു. തൊഴുത് ഇറങ്ങുന്നവർ നേരെ പോയി ക്യൂവിലോട്ടാണ് നിന്നത്. അപ്പോൾ നമ്മൾ തൊഴുത് ഇറങ്ങി നക്ഷത്രക്കാവിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ക്യൂ ആയിരുന്നേ. അപ്പോൾ ഞാൻ ഓർത്ത് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല എന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഫുഡ് കഴിക്കണമെന്ന്. എനിക്ക് അമ്പലങ്ങളിലെ ഫുഡിനോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടം കൂടുതലാണ്. അപ്പം അങ്ങനെ നമ്മൾ ദേവിയമ്മയെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് യാദൃശ്ചികമായിട്ട് പരിചയമുള്ള ഒരാളെ കിട്ടിയതും ഞാൻ അവരുടെ കൂടെ നിന്ന് കയറി ഫുഡ് കഴിച്ചതും. അങ്ങനെ നല്ല സാമ്പാറും ചോറൊക്കെ കൂട്ടി വയറ് നിറച്ച് ദേവിയമ്മയുടെ സദ്യയൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.